യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ രണ്ടാമത്തെ പാർട്ട് വിഷയമാണ് ഇന്ന് ഇവിടെ എടുക്കുന്നത്. ആദ്യത്തെ പാർട്ട് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇന്നത്തെ സബ്ജക്റ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പാർട്ട് 3. A long list of fundamental rights enumerated under Part 3 of Indian Constitution. പാർട്ട് 3 മൗലിക അവകാശങ്ങൾ എണ്ണി പറഞ്ഞിട്ടുള്ളത്. മൗലിക അവകാശങ്ങൾ ഹാസ് ബീൻ ബാറോഡ് ബൈ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഈസ് നോൺ ആസ് മാഗ്ന കാർട്ട ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷന്റെ മാഗ്ന കാർട്ട എന്നാണ് അറിയപ്പെടുന്നത്. ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ enumerated under Part 3 of Constitution. Fundamental rights are known as enshrined under the Constitution. കോവിലിലെ പ്രതിഷ്ഠ പോലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് മൗലിക അവകാശം. 6 മൗലിക അവകാശങ്ങളാണ് പറയുന്നത്. 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രൊവൈഡഡ് അണ്ടർ അവർ സാക്രഡ് ഡോക്യുമെന്റ്. 1. റൈറ്റ് ടു ഇക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ അനുച്ഛേദം 14 മുതൽ 18 വരെ പറയും. 2. റൈറ്റ് ടു ഫ്രീഡം, ആർട്ടിക്കിൾ 19 to 22. 3. റൈറ്റ് എഗൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള റൈറ്റ്, ആർട്ടിക്കിൾ 23 and 24. അടുത്ത ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു റീജിയൻ, ആർട്ടിക്കിൾ 25 to 28. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, ആർട്ടിക്കിൾ 29 and 30. 6ാമത്തെ മൗലിക അവകാശ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുമ്പോൾ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി, ആർട്ടിക്കിൾ 32. ഇങ്ങനെ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് പാർട്ട് 3 പറയുന്നത്. പാർട്ട് 3 തുടങ്ങുന്നത് ആർട്ടിക്കിൾ 12 to 35 വരെയാണ്. ആർട്ടിക്കിൾ 12 to 35 വരെയാണ് പാർട്ട് 3 ഭാഗം 3 കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. അനുച്ഛേദം 12 ഡിഫൈൻഡ് സ്റ്റേറ്റ്, രാഷ്ട്രം എന്താണ് എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. രാഷ്ട്രം എന്താണ്, സ്റ്റേറ്റ് എന്താണെന്നാണ് ആർട്ടിക്കിൾ 12 പറയുന്നത്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ പറയുന്നത് യൂണിയൻ ഗവൺമെന്റ് ആൻഡ് പാർലമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് ലോക്കൽ ആൻഡ് അതർ അതോറിറ്റീസ് എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. കോടതിയുടെ വിവിധ കേസുകളിലൂടെ യൂണിവേഴ്സിറ്റി കംസ് അണ്ടർ ദ മീനിങ് ഓഫ് സ്റ്റേറ്റ്, LIC comes under the meaning of state, SBI comes under the meaning of state എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യുന്നത് 12 തന്നെ ഡിഫൈൻ ചെയ്യുന്നത് കാരണം നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്താൽ സ്റ്റേറ്റിനെതിരായിട്ടാണ് റിട്ട് മൂവ് ചെയ്യുന്നത്. സ്റ്റേറ്റാണ് സിറ്റിസന്റെ ഫണ്ടമെന്റൽ റൈറ്റ് സംരക്ഷിക്കുവാനുള്ള ഗാർഡിയൻ. അതുകൊണ്ടാണ് സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യുന്നത്. ആർട്ടിക്കിൾ 13 പറയുന്നു ലോ ഇൻകൺസിസ്റ്റൻസ് ഓർ ഡിറോഗേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ് ഈസ് വോയിഡ്. ഫണ്ടമെന്റൽ റൈറ്റിനെ വിപരീതമായോ ഫണ്ടമെന്റൽ റൈറ്റിനെ കുറയ്ക്കുന്നതോ ആയ എന്തെങ്കിലും ലോ ഉണ്ടാക്കിയാൽ അത് അസാധുവാണ് എന്നാണ് ആർട്ടിക്കിൾ 13 പറയുന്നത്. ജുഡീഷ്യൽ റിവ്യൂ, ഫണ്ടമെന്റൽ റൈറ്റിനെ കുറയ്ക്കുന്നതോ ഫണ്ടമെന്റൽ റൈറ്റിന് വിപരീതമായോ എന്തെങ്കിലും ലോ ഉണ്ടാക്കിയാൽ അത് കോടതി, ഹൈക്കോർട്ടും സുപ്രീം കോർട്ടും ജുഡീഷ്യൽ റിവ്യൂ ചെയ്തിട്ട് അത്തരം ലോകളെ വോയിഡായിട്ട് പ്രഖ്യാപിക്കും. ഫണ്ടമെന്റൽ റൈറ്റിന് വിപരീതമായ ലോകൾ വോയിഡാണെന്ന് ആർട്ടിക്കിൾ 13 പറയും. ഇൻ NJAC, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെന്റ് കമ്മിറ്റി ആക്ട്,
എന്ന് പറയുന്ന ഒരു ആക്ട് UPA ഗവൺമെൻറ് കൊണ്ടുവരികയും 99ാം അമെൻമെൻറ്റ് ചെയ്യുകയും കോൺസ്റ്റിറ്റ്യൂഷനിൽ ചെയ്യുകയും ചെയ്തു. അത് ജുഡീഷ്യൽ റിവ്യൂ ചെയ്ത് സുപ്രീം കോർട്ട് ഓൺ റെക്കോർഡ്, സുപ്രീം കോർട്ട് ഓൺ അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിൽ ആ അമെൻമെൻറ്റ് സ്ട്രക്ക് ഡൗൺ ചെയ്തു. NJAC നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻറ്റ് കമ്മീഷൻ ആക്ട് സ്ട്രക്ക് ഡൗൺ ചെയ്തു. കോടതി അത് ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസിന് എതിരാണ് എന്ന കാരണം പറഞ്ഞു. ആർട്ടിക്കിൾ 14 പറയുന്നു ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. റൂൾ ഓഫ് ലോ, ദ ഡോക്ട്രിൻ ഓഫ് റൂൾ ഓഫ് ലോ ഹാസ് ബീൻ ബാറോഡ് ഫ്രം ദ ഇംഗ്ലണ്ട്. ദിസ് ഡോക്ട്രിൻ ഹാസ് ബീൻ പ്രൊപ്പോണ്ടഡ് ബൈ ദ എമിനന്റ് ജൂറിസ്റ്റ് A.V. Dicey. റൂൾ ഓഫ് ലോ, നിയമവാഴ്ച, എല്ലാവരും സമന്മാർ നിയമത്തിൻ്റെ മുമ്പിൽ. ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ദ സ്റ്റേറ്റ് ഷാൾ നോട്ട് ഡിനൈഡ് ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ വിത്തിൻ ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്നാണ് അനുച്ഛേദം 14 പറയുന്നത്. ആർട്ടിക്കിൾ 14 എക്സെപ്ഷൻ, പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ്റെ ഭാഗമായിട്ട് എക്സെപ്ഷനാണ്. ഈക്വൽ ഷാൾ ബി ട്രീറ്റഡ് ഈക്വലി, അൺഈക്വൽ ആൻഡ് ഈക്വൽ ഷാൾ നോട്ട് ട്രീറ്റഡ് ഈക്വലി. ഇൻ്റലിജിബിൾ ഡിഫറൻഷ്യ ആൻഡ് റാഷണൽ നെക്സസ് പ്രകാരം മനസ്സിലായി റിസർവേഷനൊക്കെ പിന്നെ ഉണ്ട്. അത് ആർട്ടിക്കിൾ 14 എക്സെപ്ഷനാണ്. ആർട്ടിക്കിൾ 15 പറയുന്നു നോ ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്. ഈ 5 കാരണങ്ങളാൽ വിവേചനം പാടില്ല. നോ ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്. മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ജനിച്ച സ്ഥലത്തിൻ്റെയോ ഈ തുടങ്ങിയ 5 കാരണങ്ങളാൽ വിവേചനം പാടില്ല. പൊതുവിവേചനം, റെസ്റ്റോറൻറ്റിൽ പോകുന്നത്, ബാത്തിങ് ഘാട്ട് കുളിസ്ഥലങ്ങളിൽ പോകുന്നതും വിവേചനം മനസ്സിലല്ല, ജാതീയമായ വിവേചനം, ലിംഗപരമായ വിവേചനങ്ങൾ ഒന്നും പാടില്ല എന്ന് ആർട്ടിക്കിൾ 15 പറയും. ആർട്ടിക്കിൾ 15 എക്സെപ്ഷനുണ്ട്, വിവേചനമാകാം. ആർട്ടിക്കിൾ 15 ക്ലോസ് 3 പറയുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി വിവേചനപരമായി നിയമം ഉണ്ടാക്കാം. അത് പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ്റെ ഭാഗമായിട്ടാണ്. ആർട്ടിക്കിൾ 15 ക്ലോസ് 4 എന്ന് പറയുന്ന ഒരു സബ് ക്ലോസ് 1955 കോൺസ്റ്റിറ്റ്യൂഷൻ came to exist 1950. ഫസ്റ്റ് അമെൻമെൻറ്റ് ടേക്ക് പ്ലേസ് ഇൻ 1951 ആഫ്റ്റർ ചെമ്പക ദുരൈരാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്ന കേസിന് ശേഷം ആർട്ടിക്കിൾ 15 ക്ലോസ് 4 ഇൻസർട്ട് ചെയ്തു. ഫസ്റ്റ് അമെൻമെൻറ്റിൽ ഇൻസർട്ട് ചെയ്ത ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15 ക്ലോസ് 4 9ാം ഷെഡ്യൂൾ 9th ഷെഡ്യൂൾ. എന്നിട്ട് അത് പറയുന്നു സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷനലി ബാക്ക്വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിക്ക് അഡ്മിഷൻ എഡ്യൂക്കേഷണൽ പർപ്പസായി റിസർവേഷൻ കൊണ്ടുവരാം എന്ന് പറയുന്നു. ആർട്ടിക്കിൾ 15 ക്ലോസ് 4 ഫസ്റ്റ് അമെൻമെൻറ്റിൽ ഇൻസർട്ട് ചെയ്തു 1951 സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷനലി ബാക്ക്വേർഡ് ആയിട്ടുള്ള OBC SC STക്ക് വേണ്ടി സ്പെഷ്യൽ പ്രൊവിഷൻ കൊണ്ടുവരാം. ആർട്ടിക്കിൾ 15 ക്ലോസ് 5 93 അമെൻമെൻറ്റ് 2005 ഇൻസർട്ട് ചെയ്ത് സ്പെഷ്യൽ പ്രൊവിഷൻസ് ടു OBC ആൻഡ് SC ST ഫോർ ദി അഡ്മിഷൻ ടു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള പ്രൊവിഷനും കൊണ്ടുവരുന്നുണ്ടായി. അടുത്ത ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഇക്വാലിറ്റിയുടെ ഭാഗമായ ആർട്ടിക്കിൾ 16 ആർട്ടിക്കിൾ 16. ആർട്ടിക്കിൾ 16 പറയുന്നത് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ്. പബ്ലിക് എംപ്ലോയ്മെൻറ്റിലെ നോ ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്, ഡിസെൻഡ് ആൻഡ് റെസിഡൻറ്റ്. 7 കാരണങ്ങളാൽ പബ്ലിക് എംപ്ലോയ്മെൻറ്റിൽ ഡിസ്ക്രിമിനേഷൻ പാടില്ല.
പക്ഷേ പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ്റെ ഭാഗമായി 16 ക്ലോസ് 4 പറയുന്നു റിസർവേഷൻ ആകാം. റിസർവേഷൻ എന്ന് പറയുമ്പോൾ ബാക്ക്വേർഡ് ക്ലാസസ് ഓഫ് സിറ്റിസണിലെ റിസർവേഷൻ ആകാം എന്ന് 16 ക്ലോസ് 4 പറയുന്നു. റിസർവേഷൻ്റെ മാനദണ്ഡം സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡാണ്, നോട്ട് എക്കണോമിക്കൽ, സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ്. മണ്ഡൽ കമ്മീഷൻ കേസ്, ഇന്ദിരാ സാഹിനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ലാൻഡ്മാർക്ക് കേസ് മണ്ഡൽ കമ്മീഷൻ കേസ്. മണ്ഡൽ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷനെ മൊറാർജി ദേശായി ഗവൺമെൻറ്റാണ് അപ്പോയിന്റ് ചെയ്തത് ടു സ്റ്റഡി ദ ബാക്ക്വേർഡ്നെസ് ഓഫ് ഒ ബി സി കമ്മ്യൂണിറ്റിയുടെ ബാക്ക്വേർഡ്നെസ് പഠിക്കുവാൻ വേണ്ടിയും ഇവർക്ക് ഗവൺമെൻറ്റിൽ സർവീസുകളിൽ ആഡിക്വറ്റ് പ്രാതിനിധ്യം ഉണ്ടോ എന്നതിനെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയും ദി ദെൻ പ്രൈം മിനിസ്റ്റർ മൊറാർജി ദേശായി അപ്പോയിന്റഡ് എ കമ്മീഷൻ നോൺ ആസ് മണ്ഡൽ കമ്മീഷൻ. മണ്ഡൽ എന്ന് പറയുമ്പോൾ റിട്ടയർഡ് ജഡ്ജാണ്. മണ്ഡൽ കമ്മീഷൻ തയ്യാറാക്കി 27% റിസർവേഷൻ OBCക്ക് കൊടുക്കണം എന്നുള്ള റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുകയും VP സിംഗ് ഗവൺമെൻറ് ഇത് നടപ്പിലാക്കുകയും ചെയ്തു. ഈ കമ്മീഷനെതിരായിട്ട് വന്ന കേസാണ് ഇന്ദിരാ സാഹിനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇന്ദിരാ സാഹിനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിൽ 6:3 എന്ന അനുപാതത്തിൽ 27% സംവരണം OBCക്ക് കൊടുത്തത് കോർട്ട് അപ്ഹെൽഡ്, ഓണറബിൾ സുപ്രീം കോർട്ട് അപ്ഹെൽഡ്. പക്ഷേ പ്രൊമോഷനിൽ റിസർവേഷൻ പാടില്ല എന്ന് കോടതി പറഞ്ഞു. റിസർവേഷൻ ഷാൾ നോട്ട് എക്സീഡ് 50%, 50% കൂടുതൽ റിസർവേഷൻ പാടില്ല എന്നും കോടതി പറഞ്ഞു. 77 അമെൻമെന്റിൽ 1995 16 ക്ലോസ് 4A ഇൻസർട്ട് ചെയ്ത് പാർലമെന്റ് പ്രൊമോഷനിൽ റിസർവേഷൻ ആകാം എന്ന് കൊണ്ടുവരികയും 16 ക്ലോസ് 4B 81 അമെൻമെന്റിൽ 2000 റിസർവേഷൻ 50% മനസ്സില്ല കൂടുതലാകാം ക്യാരി ഫോർവേഡ് റൂൾ പ്രകാരം ഈ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ പ്രാതിനിധ്യമില്ലെങ്കിൽ റിസർവേഷൻ 50% കൂടുതൽ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയുടെ ബാക്ക്വേർഡ്നെസ് കണക്കിലാക്കി കൊണ്ടുവരാം എന്ന് 16 ക്ലോസ് 4B ഇൻസർട്ട് ചെയ്യുകയും ചെയ്തു. 16 ക്ലോസ് 5 പറയുന്നു ഒരു ദേവസ്വം ബോർഡിൽ അല്ലെങ്കിൽ വഖഫ് ബോർഡിൽ ഒരു പ്രത്യേക മതവിഭാഗക്കാർ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ, സർവീസിൽ കയറാൻ പറ്റൂ എന്ന് കൊണ്ടുവരുന്നതും ആർട്ടിക്കിൾ 16 ലംഘനമല്ല എന്നും പറയുകയാണ്. അടുത്ത ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ 17 അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിർമ്മാർജ്ജനം ചെയ്തു. കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ജാതീയമായ ഉച്ചനീചത്വം കൊടികുത്തി വാഴുന്ന കാലഘട്ടമാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇന്നും ഈ അനാചാരങ്ങൾ നടക്കുകയാണ്. ആർട്ടിക്കിൾ 17 പറയുന്നു അൺടച്ചബിലിറ്റി ഈസ് അബോളിഷ്ഡ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്ലെയർഡ് അനാചാരം തുടച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. എനി പ്രാക്ടീസ് ടാൻഡമൗണ്ട് എ ഒഫൻസ്, ആരെങ്കിലും ഇത് ആചരിക്കുകയാണെങ്കിൽ അത് ഒഫൻസായി മാറും എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ 17 പറയുന്നത്. അതുപ്രകാരം പാർലമെന്റ് ദ സിവിൽ റൈറ്റ് ആക്ട് 1955, സിവിൽ റൈറ്റ് ആക്ട് 1955 എന്ന് പറയുന്ന ആക്ട് ഉണ്ടാക്കുകയും SC/ST അട്രോസിറ്റി പ്രിവെൻഷൻ ഓഫ് SC/ST അട്രോസിറ്റി ആക്ട് 1988 എന്ന് പറയുന്ന ആക്ട് ഉണ്ടാക്കുകയും ചെയ്യും. ആരെങ്കിലും അൺടച്ചബിലിറ്റി പ്രാക്ടീസ് ചെയ്യുന്നു എങ്കിൽ ഈ സെക്ഷൻ വെച്ച് പോലീസിന് കേസ് എടുക്കാം. ആർട്ടിക്കിൾ 18 കാറ്റഗോറിക്കലി പ്രൊവൈഡഡ് അബോളിഷൻ ഓഫ് ടൈറ്റിൽ, പദവികൾ നിർമ്മാർജ്ജനം ചെയ്യും. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതിന് മുമ്പേ ഈ സർ പദവി അതുപോലെ തന്നെ പദവികളുണ്ടായി. ജന്മിമാർക്ക് വേണ്ടി, പ്രത്യേക ആളുകൾക്ക് വേണ്ടി അങ്ങനെയുള്ള പദവികളെല്ലാം നിർമ്മാർജ്ജനം ചെയ്യും. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ സിവിലിയൻ അവാർഡ് അതെല്ലാം എക്സെപ്ഷനാണ്. പത്മഭൂഷൺ ഇതെല്ലാം മനസ്സിലെ ആ ആർട്ടിക്കിളിൻ്റെ പരിധിയിൽ വരില്ല. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് ആദ്യത്തെ ഫണ്ടമെന്റൽ റൈറ്റ്, ആദ്യത്തെ മൗലിക അവകാശം, റൈറ്റ് ടു ഇക്വാലിറ്റി. ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 16,
ആർട്ടിക്കിൾ 17, ആർട്ടിക്കിൾ 18. രണ്ടാമത്തെ മൗലിക അവകാശം, ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് വെച്ചാൽ റൈറ്റ് ടു ഫ്രീഡം. റൈറ്റ് ടു ഫ്രീഡം. റൈറ്റ് ടു ഫ്രീഡം പറയുന്നത് ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 20, ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 22. ഇങ്ങനെ 4 അനുച്ഛേദത്തിലൂടെയാണ് റൈറ്റ് ടു ഫ്രീഡം പറയുന്നത്. ആർട്ടിക്കിൾ 19 ക്രിസ്റ്റൽ ക്ലിയർലി പ്രൊവൈഡ്സ് എവരി സിറ്റിസൺ ഹാവ് 6 ഫണ്ടമെന്റൽ ഫ്രീഡം. 6 ഫണ്ടമെന്റൽ ഫ്രീഡം ഉണ്ടെന്ന് പറയും. 19 ക്ലോസ് 1 ക്ലോസ് ജീവൻ. 19 ക്ലോസ് 1 ക്ലോസ് ജിയിൽ പറയുന്നു റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. 19 ക്ലോസ് 1 ക്ലോസ് ബിയിൽ പറയുന്നു ഫ്രീഡം ഓഫ് അസംബിൾ വിത്തൗട്ട് ആം. സിയിൽ പറയുന്നു ഫ്രീഡം ഓഫ് അസോസിയേഷൻ ആൻഡ് ഫോം കോപ്പറേറ്റീവ് സൊസൈറ്റി. ഡിയിൽ പറയുന്നു ഫ്രീഡം ടു മൂവ് ഫ്രീലി എനി പാർട്ട് ഓഫ് ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇയിൽ പറയുന്നു ഫ്രീഡം ഓഫ് റിസൈഡ് ആൻഡ് സെറ്റിൽ എനി പാർട്ട് ഓഫ് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. എഫ് എന്ന് പറയുന്നത് റൈറ്റ് ടു പ്രോപ്പർട്ടി. റൈറ്റ് ടു അക്വയർ, ഹോൾഡ് ആൻഡ് ഡിസ്പോസ് പ്രോപ്പർട്ടി. ഇത് 44th അമെൻമെന്റ്, 44ാം അമെൻമെന്റ് 1978 ഡിലീറ്റഡ്, ഒമിറ്റ് ചെയ്ത് 300A ഇൻസർട്ട് ചെയ്തു. അപ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി ഉണ്ടാക്കാൻ, വാങ്ങാം, സമ്പാദിക്കാം എന്നുള്ളത് ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റാണ്. ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് ജിയിൽ പറയുന്നു റൈറ്റ് ടു ഫ്രീഡം ഓഫ് പ്രൊഫഷൻ, ഓക്കുപ്പേഷൻ, ട്രേഡ് ഓർ ബിസിനസ്. ഇഷ്ടമുള്ള പ്രൊഫഷനോ ബിസിനസ്സോ ട്രേഡോ ഓക്കുപ്പേഷനോ ചെയ്യാം, തിരഞ്ഞെടുക്കാം എന്നുള്ളത് മൗലിക അവകാശം. ഫണ്ടമെന്റൽ ഫ്രീഡം, റൈറ്റ് ടു ഫ്രീഡം, 6 ഫ്രീഡം ആർട്ടിക്കിൾ 19 പറയുന്നത്. എയിൽ പറയുന്നു റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, സംസാര സ്വാതന്ത്ര്യം, എക്സ്പ്രഷൻ, ആശയപ്രകടനം നടത്താനുള്ള നമ്മുടെ റൈറ്റ്, ഫ്രീഡമാണ്, സ്വാതന്ത്ര്യം. ബിയിൽ പറയുന്നു റൈറ്റ് ടു അസംബിൾ, നമുക്ക് കൂടാം, വിത്തൗട്ട് ആയുധമില്ലാതെ കൂടാം, സംഘടിക്കാനുള്ള ഫ്രീഡം. സിയിൽ പറയുന്നു ഫോം അസോസിയേഷൻ ഉണ്ടാക്കാം, ലോ ക്ലബ്ബ് അതുപോലുള്ള അസോസിയേഷൻ സംഘടനകൾ ഉണ്ടാക്കാം. ടു ഫോം കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഉണ്ടാക്കി ക്രയവിക്രയങ്ങൾക്ക് നടത്താനുള്ളത് ഏതൊരു സിറ്റിസന്റെയും ഫ്രീഡമാണ്. 19 പറയും. അടുത്ത് ഡിയിൽ പറയുന്നു റൈറ്റ് ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഏത് ഭൂപ്രദേശത്ത് വേണമെങ്കിലും നിർഭയം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഫ്രീഡം. ഇയിൽ പറയുന്നു എവിടെ വേണമെങ്കിൽ, ഇന്ത്യയുടെ ഏത് പ്രദേശത്ത് വേണമെങ്കിൽ റിസൈഡ് ആൻഡ് സെറ്റിൽ, താമസിക്കാനോ സ്ഥിരതാമസം ചെയ്യാനുള്ള ഫ്രീഡം. ജിയിൽ പറയുന്നു ഏത് ബിസിനസ്, ഏത് പ്രൊഫഷൻ, ഏത് ഓക്കുപ്പേഷൻ, ഏത് ട്രേഡ് തുടങ്ങുവാനുള്ള ഫ്രീഡം. ഇങ്ങനെ 6 ഫണ്ടമെന്റൽ ഫ്രീഡം പ്രൊവൈഡഡ് ബൈ ആർട്ടിക്കിൾ 19. പക്ഷേ ദീസ് ഫ്രീഡംസ് ആർ നോട്ട് അബ്സല്യൂട്ട്. ഈ ഫ്രീഡം ഒന്നും അബ്സല്യൂട്ട് അല്ല. റീസണബിൾ റെസ്ട്രിക്ഷൻ പ്രൊവൈഡഡ് ആർട്ടിക്കിൾ 19 ക്ലോസ് 2, 19 ക്ലോസ് 2, 3, 4, 5, 6, 19 ക്ലോസ് 2 to 6, 2 മുതൽ 6 വരെ റീസണബിളി ഇത് റെസ്ട്രിക്റ്റ് ചെയ്യും. ഓൺ ദ ഗ്രൗണ്ട് ഓഫ് സോവറിനിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ, സെക്യൂരിറ്റി ഓഫ് സ്റ്റേറ്റ്, ഫ്രണ്ട്ലി റിലേഷൻ ഓഫ് ഫോറിൻ സ്റ്റേറ്റ്, പബ്ലിക് ഓർഡർ, ഡീസൻസി ആൻഡ് മൊറാലിറ്റി, ഇൻ റിലേഷൻ ഓഫ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, ഡിഫാമേഷൻ ആൻഡ് ഇൻസൈറ്റ്മെന്റ് ഓഫ് ഒഫൻസ്. ഈ തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് ഈ 6 ഫണ്ടമെന്റൽ ഫ്രീഡവും റീസണബിളി റെസ്ട്രിക്റ്റ് ചെയ്യും. അടുത്ത ആർട്ടിക്കിൾ 20. ആർട്ടിക്കിൾ 20 എന്ന് പറയുമ്പോൾ റൈറ്റ് അവൈലബിൾ ടു കൺവിക്റ്റഡ് പേഴ്സൺ, പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഓഫ് ഒഫൻസസ്. കൺവിക്റ്റഡ് പേഴ്സണുള്ള 3 അവകാശമാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. നോ പേഴ്സൺ ഷാൾ ബി കൺവിക്റ്റഡ് ഓഫ് എനി ഒഫൻസ്
except violation of law in force at the time of the commission of the act charged as an offence, nor be subjected to penalty greater than that which might have been inflicted under the law in force at the time of the commission of the act charged. കുറ്റം ചെയ്യുന്ന സമയത്തെ ശിക്ഷയെ കൊടുക്കാവൂ, കുറ്റം ചെയ്യുന്ന സമയത്തെ പണിഷ്മെൻറ്റേ കൊടുക്കാവൂ. റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് പാടില്ല എന്നാണ് 20(1) പറയുന്നത്. ആർട്ടിക്കിൾ 20(1). ആർട്ടിക്കിൾ 20(2) പറയുന്നത് റൂൾ അഗൈൻസ്റ്റ് ഡബിൾ ജിയോപാഡി, ഒരു കുറ്റത്തിന്, ഒരു ഒഫൻസിന് ഒരു പ്രാവശ്യമേ ശിക്ഷിക്കാവൂ. രണ്ടാമത്തെ ദണ്ഡന, രണ്ടാമത്തെ ശിക്ഷ കൊടുക്കാൻ പാടില്ല എന്ന് ആർട്ടിക്കിൾ 20(2) പറയുന്നു. CRPC 300 പറയുന്നു. Article 4 is convict and Article 4 is acquit. No person shall be prosecuted and punished for the same offence more than once. Rule against double jeopardy. ആർട്ടിക്കിൾ 20(3) പറയുന്നു prohibition against self-incrimination, protection of self-incrimination. No person accused of any offence shall be compelled to witness against him. ഒരു കുറ്റവാളി, കുറ്റം ആരോപിക്കുന്നവനെ അവനെതിരായിട്ട് സാക്ഷിയായി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 20(3) ആർട്ടിക്കിൾ 20, ആർട്ടിക്കിൾ 20 ആർട്ടിക്കിൾ 21 രാജ്യത്ത് അടിയന്തരാവസ്ഥ നടക്കുന്ന സമയത്ത് ഈ രണ്ട് ആർട്ടിക്കിളും സസ്പെൻഡ് ചെയ്യാൻ പാടില്ല. ദീസ് ടു ആർട്ടിക്കിൾസ് ആർ ദ ഗ്രേറ്റ് എഫക്റ്റ്. ഈ രണ്ട് ആർട്ടിക്കിളും സസ്പെൻഡ് ചെയ്യാൻ പാടില്ല. എമർജൻസി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാലും ആർട്ടിക്കിൾ 20, ആർട്ടിക്കിൾ 21 സസ്പെൻഡ് ചെയ്യാൻ പാടില്ല. ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ഏറ്റവും വലിയ ആർട്ടിക്കിളാണ്, അനിശ്ചിതം, ഏറ്റവും വലിയ റൈറ്റാണ്. റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ളതും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും അവകാശം പറയുന്നത് ഈ ആർട്ടിക്കിൾ. No person shall be deprived his life and personal liberty except procedure established by law എന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. നോ പേഴ്സൺ ഷാൾ, ഈ ആർട്ടിക്കിളിലെ എല്ലാവർക്കും ഇതിൻ്റെ അവകാശം സിറ്റിസനും നോൺ സിറ്റിസനും. നോ പേഴ്സൺ ഷാൾ ബി ഡിപ്രൈവ്ഡ് ഹിസ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ഒരു വ്യക്തിയെയും കഷ്ടനഷ്ടപ്പെടുത്താൻ പാടില്ല. No person shall be deprived his life and personal liberty. ഒരു ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനെയും കഷ്ടനഷ്ടപ്പെടുത്താൻ പാടില്ല. എക്സെപ്റ്റ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, കഷ്ടനഷ്ടപ്പെടുത്താൻ നിയമം വഴി, പ്രൊസീജിയറൽ വഴി നിയമം ഉണ്ടാക്കി, നടപടിക്രമങ്ങളിലൂടെ നിയമം ഉണ്ടാക്കിയിട്ട് കഷ്ടനഷ്ടപ്പെടുത്താൻ. അതാണ് കേസുകൾ ശിക്ഷിച്ചാൽ ജയിലിൽ അടയ്ക്കുന്നത്, വധശിക്ഷ എല്ലാം കൊടുക്കുന്നത്. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, നടപടിക്രമങ്ങളിലൂടെ നിയമം ഉണ്ടാക്കി വെച്ച് അത് പ്രകാരം മാത്രമേ ചെയ്യാവൂ. അല്ലാതെ നോ പേഴ്സൺ ഷാൾ ബി ഡിപ്രൈവ്ഡ് ഹിസ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. വെറും 2 വാക്കാണുള്ളത്. ആ അനുച്ഛേദം 21 പറയുന്ന റൈറ്റ് ഓഫ് ലൈഫ്, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. വിവിധ കേസ് ലോകളിലൂടെ 100ഓളം റൈറ്റ് ആയി ബഹുമാനപ്പെട്ട ഓണറബിൾ സുപ്രീം കോർട്ട് ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് വലുതാക്കി. അറ്റ് ദ ഏർലി സ്റ്റേജ് ദ കോർട്ട് ഇന്റർപ്രറ്റഡ് ആർട്ടിക്കിൾ 21 ഇൻ നാരോ സെൻസ്. ഇൻ AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്. AK ഗോപാലൻ കേസിൽ AKGയുടെ, മഹാനായ AKGയുടെ 1950 കേസാണ്. ആദ്യ കാലഘട്ടത്തിലെ കേസ്, കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന ആ കാലഘട്ടത്തിലെ കേസാണ്. AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്. അന്ന് കേരള സംസ്ഥാനം രൂപം കൊണ്ടില്ല. 1956 കേരള സംസ്ഥാനം രൂപം കൊണ്ടത്. അന്ന് മദ്രാസ് ആയിരുന്നു സംസ്ഥാനം. ഈ കേസിൽ ദ കോർട്ട് ഇന്റർപ്രറ്റഡ് ദ നാരോ സെൻസ്. ഇൻ ദിസ് കേസ് ഓണറബിൾ സുപ്രീം കോർട്ട് ഹെൽഡ് ദാറ്റ് ദ AKG's preventive detention is held valid. AKGയുടെ കരുതൽ തടങ്കൽ വാലിഡ് ആണെന്ന് പറഞ്ഞു. The court find that the procedure established by law, the കരുതൽ തടങ്കിന് വേണ്ടി നിയമം വഴി, പ്രൊസീജിയറിലൂടെ നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അതുപ്രകാരമാണ് AKGയെ പ്രിവെന്റീവ് കരുതൽ തടങ്കലിൽ അടച്ചത്. The preventive detention law
അതുകൊണ്ട് ഈ കരുതൽ തടങ്കൽ വേലിഡാണെന്ന്. ബട്ട് ഇൻ മെനകാ ഗാന്ധി കേസ്, മെനകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിൽ കോർട്ട് ഇന്റർപ്രറ്റഡ് ആർട്ടിക്കിൾ 21 ഇൻ വൈഡസ്റ്റ് സെൻസ്, വൈഡ് സെൻസിൽ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് പറഞ്ഞു റൈറ്റ് ടു ലൈഫ് ഇൻക്ലൂഡ് റൈറ്റ് ടു ഗോ എബ്രോഡ്. ഈ കേസിൽ മെനകാ ഗാന്ധിയുടെ പാസ്പോർട്ട് ഇമ്പോർട്ട് ചെയ്തു ആ ഗവൺമെന്റ്. കാരണം മേനകാ ഗാന്ധി വിദേശത്തൊക്കെ പോയി NGO രൂപീകരിച്ച് NGOയിലൂടെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് മേനകാ ഗാന്ധിയുടെ പാസ്പോർട്ട് ഇമ്പോർട്ട് ചെയ്തു. മേനകാ ഗാന്ധി സുപ്രീം കോടതിയെ അപ്രോച്ച് ചെയ്തു. അപ്പോൾ ഗവൺമെന്റ് പറഞ്ഞു പാസ്പോർട്ട് ആക്ടിൽ പറയുന്നു പാസ്പോർട്ട് ഇമ്പോർട്ട് ചെയ്ത ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ, വ്യക്തികൾക്കെതിരെയുള്ള ആക്ഷൻ എടുക്കുക, പാസ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യുക. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, നിയമം വഴിയാണ് പാസ്പോർട്ട് ആക്ട് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് AG സുപ്രീം കോടതിയിൽ വാദിച്ചു. കോടതി ആർട്ടിക്കിൾ 21 വൈഡ് സെൻസിൽ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് പറഞ്ഞു പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ മസ്റ്റ് ഹാവ് ജസ്റ്റ്, ഫെയർ ആൻഡ് റീസണബിൾ. കോടതി 3 വാക്കുകൾ കൂട്ടിച്ചേർന്നു. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, നിയമം വഴി നടപടിക്രമങ്ങളിലൂടെ നിയമം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ആയിരിക്കണം, നീതിയിൽ അധിഷ്ഠിതമായിരിക്കണം, ഫെയർ ആയിരിക്കണം, സുതാര്യമായിരിക്കണം, റീസണബിൾ ആയിരിക്കണം, യുക്തിസഹജമായിരിക്കണം. 3 വാക്കുകൾ ആഡ് ചെയ്തു. ഭൂരിപക്ഷ അഭിപ്രായത്തിലൂടെ ഭൂരിപക്ഷം ഉണ്ടായാൽ നമുക്ക് നിയമം ഉണ്ടാക്കാം, പാർലമെന്റിൽ നിയമം ഉണ്ടാക്കാം. പാർലമെന്റിൽ ഭൂരിപക്ഷമുള്ള ഗവൺമെന്റിന്, ഭൂരിപക്ഷ അംഗങ്ങൾക്ക് നിയമം ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കും ഭൂരിപക്ഷം പ്രകാരം ഉണ്ടാക്കും. പക്ഷെ ഭൂരിപക്ഷം എപ്പോഴും കറക്റ്റ് ആവണമെന്നില്ല. ഭൂരിപക്ഷ അഭിപ്രായത്തിലാണ് സോക്രട്ടീസ് എന്ന് പറയുന്ന മഹാനെ ഹംലോക്ക് വിഷം കൊടുത്തു കൊന്നു. ഭൂരിപക്ഷ അഭിപ്രായത്തിലൂടെ ആണ് മഹാനായ യേശുദേവനെ ക്രൂസിഫൈ ചെയ്തത്. ഈ നടപടികളെല്ലാം തെറ്റാണെന്ന് കാലം തെളിയിച്ചു. അതുകൊണ്ട് ഭൂരിപക്ഷം ഒരു മാനദണ്ഡമല്ല. The court ordered 3 ways. Procedure established by law must have just, fair and reasonable. ആർട്ടിക്കിൾ 21 കോടതി 100ഓളം റൈറ്റായി എൻലാർജ് ചെയ്തു വിവിധ കേസുകളിൽ. റൈറ്റ് ടു ലൈഫ് ഇൻക്ലൂഡ് റൈറ്റ് ടു ലിവ്ലിഹുഡ്, റൈറ്റ് ടു ലിവ്ലിഹുഡ്, ജീവനോപാധി കൊടുക്കണം. ഓൾഗ ടെലീസ് വേഴ്സസ് ബോംബെ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്ന കേസിൽ പറഞ്ഞു. റൈറ്റ് ടു ലൈഫ് include right to speedy trial, right to life include right not to sexually exploited. വിശാഖ കേസിൽ പറഞ്ഞു. അങ്ങനെ നിരവധി കേസുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് ആർട്ടിക്കിൾ 22. ആർട്ടിക്കിൾ 22 എന്ന് പറയുമ്പോൾ പ്രൊട്ടക്ഷൻ എഗൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ഇൻ സർട്ടൻ കേസസ്. ആർട്ടിക്കിൾ 22. അതിനു മുമ്പ് ഒരു അമെൻമെന്റ് ചെയ്ത് 2005 86-ാം അമെൻമെന്റിലൂടെ ഇൻസർട്ട് ചെയ്ത ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21 ക്യാപിറ്റൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ. മോഹിനി ജെയിൻ കേസിൽ, ഉണ്ണികൃഷ്ണൻ കേസിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 21 ഭാഗമായിട്ട് വരുമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതിന്റെ ഭാഗം പിടിച്ച് പാർലമെന്റ് അമെൻഡ് ചെയ്തു. എ ന്യൂ പ്രൊവിഷൻ, ന്യൂ ആർട്ടിക്കിൾ ഇൻസർട്ടഡ് ആർട്ടിക്കിൾ 21A, റൈറ്റ് ടു എഡ്യൂക്കേഷൻ. 6 to 14 years ഓഫ് ചിൽഡ്രൻ, 6 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം. ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഫ്രീയും, മനസ്സിലായില്ല, സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഏർപ്പെടുത്തി. അടുത്ത ആർട്ടിക്കിൾ 22. ആർട്ടിക്കിൾ 22 പറയുന്നത് പ്രൊട്ടക്ഷൻ എഗൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ഇൻ ദി കേസസ്. അറസ്റ്റഡ് പേഴ്സന്റെ ഫണ്ടമെന്റൽ റൈറ്റ്. അറസ്റ്റഡ് പേഴ്സന് 4 ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്. അറസ്റ്റഡ് പേഴ്സന്റെ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യുന്നവർ ടു ഇൻഫോം ദ ഗ്രൗണ്ട് ഓഫ് അറസ്റ്റ്, അറസ്റ്റിന്റെ ഗ്രൗണ്ട് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ലീഗൽ പ്രാക്ടീഷണർ, അഡ്വക്കേറ്റിനെ ബന്ധപ്പെടാൻ വേണ്ടിയുള്ള അവകാശം കൊടുക്കണം, ഹിസ് ഓൺ ചോയ്സ്. എന്നിട്ട് 24 മണിക്കൂറിനകം പ്രൊഡ്യൂസ് നിയറസ്റ്റ് മജിസ്ട്രേറ്റ്.
നാലാമത്തെ അവകാശം മജിസ്ട്രേറ്റ് ഡീറ്റെയിൻ പറയുന്നതിൻ്റെ അപ്പുറത്ത് ഡീറ്റെയിൻ തടങ്കൽ വയ്ക്കരുത് എന്നുള്ള അവകാശം. ഈ 4 അവകാശവും ആർട്ടിക്കിൾ 22 അറസ്റ്റഡ് പേഴ്സൺ കൊടുക്കുന്നു. ആർട്ടിക്കിൾ 22 പോയിട്ട് CRPCയിൽ അറസ്റ്റഡ് പേഴ്സന് ഒരു നിരവധി അവകാശങ്ങൾ കൊടുക്കുകയാണ്. പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ പ്രകാരം അറസ്റ്റ് ചെയ്യുന്നവർക്ക് എക്സെപ്ഷൻ ഉണ്ട്, ഇത് ബാധകമല്ല. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനിലെ 6 ഫണ്ടമെൻ്റൽ റൈറ്റിൽ രണ്ടാമത്തെ ഫണ്ടമെൻ്റൽ റൈറ്റാണ് റൈറ്റ് ടു ഫ്രീഡം, 19 മുതൽ 22 വരെ. ഒന്നാമത്തെ ഫണ്ടമെൻ്റൽ റൈറ്റ് ടു ഇക്വാലിറ്റി 14 to 18. 2 റൈറ്റ് ടു ഫ്രീഡം 19 to 22. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ഫ്രീഡം തുടരുകയാണ്. നന്ദി, നമസ്കാരം.